ശബരിമല സ്വർണ്ണമോഷണ കേസ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്ന ദിവസം കൂടിയാണ്. SIT പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ കേസ് പരിഗണിച്ചപ്പോൾ കോടതി അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് കഴിഞ്ഞ മാസം കേസ് പരിഗണിക്കവേ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പരാമർശങ്ങളുണ്ടാകും, കണ്ടെത്തലുകളുണ്ടാകും എന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടച്ചിട്ട കോടതി മുറിയിൽ വളരെ രഹസ്യമായിട്ടായിരിക്കും ഈ കോടതി നടപടികൾ നടക്കുക. അതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും അങ്ങനെ അധികം പുറത്തേക്ക് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അമൽനാഥ് കൊച്ചിയിൽ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ പൂർണ്ണമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. അമൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് SIT ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കണ്ടെത്തലുകളൊക്കെ അന്വേഷണ സംഘം ഈ ഘട്ടം കൊണ്ട് നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ കോടതി അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുന്നതും നമ്മൾ കണ്ടതാണ്. മനു, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അതായത് ഈ ശബരിമല ദ്വാരപാലക ശില്പപാളി കേസ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ അറിയിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനു പിന്നിൽ ഈ പാളികൾ ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിലടക്കം കൃത്യമായ രീതിയിൽ ആസൂത്രിതമായ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് ഹൈക്കോടതി ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമഗ്രമായ അന്വേഷണം നടത്തണം എന്ന നിർദ്ദേശം ഹൈക്കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1.5 മാസം, അതായത് 6 ആഴ്ചത്തെ കാലാവധി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ അന്വേഷണം നടത്തി അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1.5 മാസത്തിൻ്റെ കാലാവധി നൽകിയിട്ടുണ്ടായിരുന്നത്. ഒക്ടോബർ 10-ാം തീയതി മുതലാണ് അതിൻ്റെ ആ ഒരു ദിവസം ആരംഭിച്ചത്. നിലവിൽ ഇപ്പോൾ 1 മാസത്തിലേക്ക് കടക്കുന്നു. 1 മാസത്തിലേക്ക് അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനി 2 ആഴ്ചക്ക് മുകളിൽ മാത്രമാണ് സമയമുള്ളത്. അതിൻ്റെ ഈ 2 ആഴ്ചക്ക് മുകളിൽ ആ സമയം എടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ട്, സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുവാനാകും ഈ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുക. നിലവിൽ ഇപ്പോൾ ഇന്ന് വീണ്ടും ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തീർത്തും രഹസ്യാത്മകമായ രീതിയിൽ, അതായത് അടച്ചിട്ട കോടതി മുറികളിൽ തന്നെയാണ് ഇതിൻ്റെ വാദം നടക്കുക. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിവരവും ചോർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഹർജി സ്വമേധയ കോടതി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് 2019 ഈ പാളികൾ പുറത്തു കൊണ്ടുപോയതും ഒപ്പം തന്നെ ഈ കേസിൽ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1998-99 കാലയളവിൽ ഈ ഏകദേശം 30.291 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീകോവിൽ അടക്കം സ്വർണം പൂശിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോറ്റി ഈ പാളികൾ പുറത്തേക്ക് 2019 കൊണ്ടുപോകുന്നു. ഇതിൽ കൃത്യമായ അല്ലെങ്കിൽ ആസൂത്രിതമായ നീക്കമുണ്ടായിട്ടുണ്ട് എന്നാണ് കോടതിയുടെ നിഗമനം ഉള്ളത്. ഇത് പുറത്തു കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ ഈ പാളികളുടെ തൂക്കം രേഖപ്പെടുത്തിയിരുന്നില്ല. പിന്നീടാണ് ഇതിൽ നിന്നും ഏകദേശം 474.9 ഗ്രാം സ്വർണത്തിൻ്റെ കുറവുണ്ട് എന്ന് കണ്ടെത്തുന്നത്. എന്നാൽ ഇത് തിരിച്ചു വാങ്ങാൻ അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കുവാനുള്ള ഒരു നീക്കവും ഇവിടെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും കോടതി കണ്ടെത്തുകയും പിന്നീട് വീണ്ടും 2025 വീണ്ടും അത് പോറ്റിക്കു തന്നെ കൈമാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഇവിടെയും കൃത്യമായ ആസൂത്രിതമായ ഒരു നീക്കമുണ്ടായി എന്നാണ് കോടതിയുടെ നിഗമനമുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശവും നൽകിയിട്ടുള്ളത്. അത് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരിലേക്ക് മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അടക്കം അന്വേഷണം നീങ്ങേണ്ടതുണ്ട് എന്ന കൃത്യമായ നിർദ്ദേശം തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി കൈമാറിയിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 1.5 മാസത്തെ സമയമാണ് ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. ഇന്ന് ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അടച്ചിട്ട കോടതി മുറികളിലാണ് ഇതിൻ്റെ വാദം തുടരുക. മനു. ശരി, ഓക്കെ, താങ്ക് യു അമൽ. ഏതായാലും ഇന്ന് വളരെ നിർണായകമായ ദിവസം കൂടിയാണ്. അന്വേഷണ റിപ്പോർട്ട്, പുരോഗതി റിപ്പോർട്ട് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം SIT കോടതിയിൽ സമർപ്പിക്കും. നമുക്കതിൻ്റെ തുടർ വിവരങ്ങൾ വരും സമയങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.